ഭൂമിക്ക് മേൽ ഫുട്ബോളിനെ പ്രണയിച്ച ജർമ്മനിയുടെ ഫുട്ബോൾ ഹിസ്റ്ററി ഇതാണ്. ഫുട്ബോളിന്റെ ആരംഭകാലം ജർമ്മനിയിൽ തളിരിടുന്നത് 1908 അന്ന് ആ വർഷം ജർമ്മനി ആദ്യ മത്സരത്തിൽ വൂട്ടണിഞ്ഞു. 1900 രാജ്യത്തിന്റെ ഫുട്ബോൾ അസോസിയേഷൻ രൂപീകരിച്ചതായി അംഗീകാരം വന്നു. പന്ത് തട്ടുവാൻ അതിവേഗം കുതിക്കുവാനുള്ള ജർമ്മൻ മണ്ണിൽ ജനിച്ചു വീഴുന്നവരുടെ ഭ്രാന്തമായ ഫുട്ബോൾ ആവേശം അവരെ വെസ്റ്റ് ജർമ്മനി, ഈസ്റ്റ് ജർമ്മനി, സാർലാൻഡ് എന്നിങ്ങനെ 3 ടീമുകളായി വിഭജിച്ചു നിർത്തി. ആ 3 ടീമുകളും ജർമ്മനിയുടെ മണ്ണിൽ വേരോടി. 1950 വേൾഡ് കപ്പിൽ യോഗ്യതാ മത്സരങ്ങളിൽ 3 ടീമുകളും പോരാട്ടത്തിനിറങ്ങി. എന്നാൽ 1954 വാശിയേറിയ പോരാട്ടത്തിൽ ഹംഗറിയെ തച്ചുടച്ചു കളഞ്ഞ് അന്നത്തെ വെസ്റ്റ് ജർമ്മനി വേൾഡ് കപ്പ് സ്വന്തമാക്കി. അതുപോലെ തന്നെ 1974 ഉയർപ്പിന്റെ ശക്തിയായി വെസ്റ്റ് ജർമ്മനിയുടെ കാൽക്കരുത്ത് നിറഞ്ഞാടി. നെതർലാൻഡ്സിനെ തരിപ്പണമാക്കി കളഞ്ഞ് വെസ്റ്റ് ജർമ്മനി ലോകകപ്പ് നെറുകയിൽ ചുമന്നു. അങ്ങനെ നീണ്ടുപോയ വർഷങ്ങൾക്ക് ശേഷം ഇറ്റാലിയൻ മണ്ണിൽ വെച്ച് അർജന്റീനയെ വെസ്റ്റ് ജർമ്മനി കത്തിച്ചു കളഞ്ഞുകൊണ്ട് സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടു. റൂഡി വോളറും ക്ലിൻസ്മാനും ലോതർ മാത്യൂസും ആൻഡ്രിയാസുമെല്ലാം വെസ്റ്റ് ജർമ്മനിയുടെ സ്വർണ്ണത്തിളക്കമുള്ള കാലാൾപ്പടയായി 1990 വേൾഡ് കപ്പിൽ മാറി. ഉദയം കൊള്ളുന്ന സുവർണ നിരയുടെ കരുത്തിന് മുന്നിൽ ലോകരാജ്യങ്ങൾ വിറച്ചുപോയ കാലത്ത് വെസ്റ്റ് ജർമ്മനി എന്ന ആ പദപ്രയോഗത്തിന് ജർമ്മൻ ജനത തന്നെ മാറ്റം വരുത്താൻ തീരുമാനിച്ചു. അങ്ങനെ കാലാകാലമായുള്ള ആ വേർതിരിഞ്ഞുള്ള നിലനിൽപ്പ് 1990 മാറ്റം വന്നു. ഈസ്റ്റ് ജർമ്മനി, സാർലാൻഡ് എന്നീ 2 ടീമുകളുടെ ശക്തി കൂടി വെസ്റ്റ് ജർമ്മനിയിൽ ഉരുകിച്ചേർന്ന് അന്താരാഷ്ട്ര ജർമ്മൻ ഫുട്ബോൾ എന്ന കിടിലൻ ടീം ഉയർത്തെഴുന്നേറ്റു. 3 ടീമുകൾ എന്ന ഗതിക്ക് ശക്തിയായി ഒരൊറ്റ ടീമായി മാറുകയായിരുന്നു ജർമ്മനി. വെസ്റ്റും ഈസ്റ്റും മാറ്റിക്കളഞ്ഞുകൊണ്ട് ജർമ്മനി രൂപം കൊണ്ട ശക്തിയായി മാറി. 1954, 74, 90 എന്നീ വർഷങ്ങളിൽ വേൾഡ് കപ്പ് കരസ്ഥമാക്കിയ ജർമ്മനിയുടെ വീര്യം 1972, 80, 96 വർഷങ്ങളിൽ യൂറോ കപ്പിൽ 3 വട്ടം ഒന്നാമതായി മാറ്റുകയുണ്ടായി. അങ്ങനെ ഫുട്ബോളിന്റെ വർദ്ധിത വീരമായി തിളങ്ങി നിൽക്കുന്ന ജർമ്മൻ പടയ്ക്ക് 1998 വേൾഡ് കപ്പിൽ നിന്നും കനത്ത തോൽവി ക്രൊയേഷ്യയുടെ ബൂട്ടിൽ നിന്നും ഏൽക്കുകയുണ്ടായിരുന്നു. അന്ന് 98 വേൾഡ് കപ്പിൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ 3 ഗോളുകൾ കൊണ്ട് ജൂലൈ 5 ക്രൊയേഷ്യ ജർമ്മനിയെ തുരത്തിയോടിച്ചു. സത്യത്തിൽ ജർമ്മനിയുടെ ഒരു തിരിച്ചുവരവിന് വേണ്ടി ലോകം കൊതിച്ചിരുന്നു. ജീനിയസായ ഫുട്ബോൾ മിടുക്കുള്ള പല താരങ്ങളും കളം വിട്ടതോടെ ജർമ്മനിയുടെ നില പരുങ്ങലിലായി എന്ന് പറയാം. യുവനിരകൾ പലപ്പോഴും ഫോമില്ലാത്ത അവസ്ഥകളിലേക്ക് ചുരുങ്ങിപ്പോയിരുന്നു. ജർമ്മൻ ഫസ്റ്റ് ഡിവിഷൻ ക്ലബിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒട്ടേറെ കളിക്കാർ കടന്നുകൂടിയത് തന്നെ ജർമ്മൻ ഫുട്ബോളിന്റെ യുവനിരയുടെ ഫുട്ബോൾ വളർച്ചയെ അത് വലിയ തോതിൽ ബാധിച്ചുവെന്ന് പറയാം. ആ തകർച്ചയുടെ കാലത്ത് മിഷേൽ ബെല്ലാക്കിനെ പോലെ ഒരു താരത്തിന് ജർമ്മനിക്ക് കിട്ടിയത് ഒരു ഭാഗ്യമായി കരുതണം. അത്രയേറെ മിഡ്ഫീൽഡിൽ അധ്വാനിച്ച് കളിച്ച താരമായിരുന്നു ബെല്ലാക്ക്. 2000 വർഷത്തിലെ യൂറോയിലേക്ക് കടന്നു ചെന്നാൽ ഗ്രൂപ്പ് എയിൽ പോർച്ചുഗൽ, റൊമാനിയ, ഇംഗ്ലണ്ട് ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ ജർമ്മനിയുടെ നിറം മങ്ങിയ പോരാട്ടം അവരെ ഗ്രൂപ്പിൽ നിന്നും എടുത്തു ദൂരെ കളഞ്ഞിരുന്നു. 44,000 പേർ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിൽ പോർച്ചുഗൽ 3 ഗോളുകൾ കൊണ്ട് ജർമ്മനിയുടെ നെഞ്ചിൽ വെടിയുണ്ട നിറച്ച കാഴ്ച അതിയായ ദുഃഖം നൽകുന്നതായിരുന്നു. ഓരോ മത്സരങ്ങൾ കഴിയുന്തോറും ഓരോരോ തോൽവികളുടെ ദുഃഖം ജർമ്മനിയെ വല്ലാതെ കുഴപ്പത്തിലാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നതിനിടയിൽ 2002 വേൾഡ് കപ്പിൽ ജർമ്മനി ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ആ പഴയ കരുത്ത് തിരികെ പിടിച്ചുള്ള പോരാട്ടം നടത്തി. സപ്പോറോ സ്റ്റേഡിയത്തിൽ സൗദി അറേബ്യയെ 8 ഗോളുകൾ കൊണ്ട് ജർമ്മനി മുക്കിത്താഴ്ത്തി. ക്ലോസും ബെല്ലാക്കും ജാങ്കറും തോമസ് ലിങ്കും വിയർഹോഫും ഷ്നൈഡറും ഗോൾ മഴ പെയ്യിച്ചു. ജർമ്മനിയുടെ ആത്മവിശ്വാസം അവരെ തളർത്തിയില്ല. അവർ ജർമ്മനിയെ തോളിലേറ്റി. അമേരിക്കയെയും സൗത്ത് കൊറിയയും തോൽപ്പിച്ച് മുന്നോട്ട് നീങ്ങി. പക്ഷെ കാര്യങ്ങൾ അത്രയ്ക്ക് എളുപ്പമായിരുന്നില്ല. യോക്കോഹാമയിലെ ഫൈനലിൽ ജർമ്മനിയെ ബ്രസീൽ 2 ഗോളുകൾ കൊണ്ട് പൂട്ടിക്കെട്ടിയതും വേൾഡ് കപ്പ് സ്വന്തമാക്കിയതും ഒരു ദുസ്വപ്നം പോലെ ഇന്നും കറപിടിച്ചു നിൽക്കുന്നു. 2002 വേൾഡ് കപ്പിൽ മികച്ച ഗോൾ കീപ്പറായി അന്ന് ഒലിവർ കാൻ തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മികച്ച ടീമായി മാറിയ ജർമ്മനിയുടെ വേൾഡ് കപ്പ് കൈവിട്ടുപോകൽ ജർമ്മൻ ആരാധകർക്ക് കനത്ത വേദന നൽകിയിരുന്നു. ആ വേദനയെ മാറ്റാനായിരുന്നു യൂറോ 2004 അരങ്ങേറുന്ന പോർച്ചുഗലിലേക്ക് അവർ കടന്നു ചെന്നത്. ജർമ്മനിയുടെ തുടക്കം തന്നെ അവിടെ വെച്ച് പാളിപ്പോയി. 2004 യൂറോ കപ്പിൽ ഗ്രൂപ്പ് ഡിയിൽ ചെക്ക് റിപ്പബ്ലിക്, നെതർലാൻഡ്സ്, ലാത്വിയ തുടങ്ങുന്ന ഗ്രൂപ്പിൽ തോൽവിയുടെ പടുകുഴിയിലേക്ക് ജർമ്മനി കറങ്ങി വീണു. ഇത്തരത്തിൽ ജർമ്മനിയുടെ ഫുട്ബോൾ വളർച്ചയെ മൊത്തത്തിൽ പൊളിച്ചുപണിയുക എന്നൊരു പ്രത്യയശാസ്ത്രത്തിലേക്ക് വിരൽ ചൂണ്ടി ജർമ്മൻ മാധ്യമങ്ങൾ ജർമ്മൻ ഫുട്ബോളിനെ അടിമുടി വിമർശിച്ചു. 15-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഫുട്ബോൾ അക്കാദമികൾ അതിവേഗത്തിൽ തുറക്കപ്പെട്ടു. ജർമ്മനി നിസാരമാക്കിക്കൊണ്ടിരുന്ന ഫുട്ബോൾ പരാജയങ്ങളെ സീരിയസ് ആയി പഠിക്കുവാൻ തുടങ്ങിയ കാലമായിരുന്നു അത്.
ഒന്നാം ഡിവിഷൻ ഫുട്ബോൾ കളിക്കുന്ന എല്ലാ ക്ലബ്ബുകൾക്കും ജർമ്മനിയിൽ അക്കാദമികൾ വേണമെന്നുള്ള അസോസിയേഷന്റെ കടുംപിടുത്തം ബലം കണ്ടു. ഫുട്ബോളിനൊരു മാറ്റം വരുത്തുവാൻ ആ രാജ്യം വളരെ വേഗത്തിൽ തയ്യാറെടുപ്പുകൾ നടത്തി. അങ്ങനെയാണ് ജൂനിയർ ബുണ്ടസ് ലീഗ ഉദയം കൊള്ളുന്നത്. കുട്ടികൾ പന്ത് തട്ടി വളർന്നു വരുന്നത് ജർമ്മനിയുടെ ഫുട്ബോൾ കരുത്തിന് ഊർജം നൽകി. ഗ്രൗണ്ടുകൾ കൂടുതൽ മികവുള്ളതും ഗുണമേന്മയുള്ളതുമാക്കി മാറ്റി. സ്പോർട്സ് കിറ്റുകൾ കുട്ടികൾക്ക് സ്പോൺസർ ചെയ്യുവാൻ, അവരുടെ സുരക്ഷയെ സംരക്ഷിക്കുവാനും അസോസിയേഷൻ മുന്നോട്ട് വന്നു. ഫുട്ബോൾ അക്കാദമികൾക്ക് വേണ്ടി മുഴുവൻ സഹായവും ചെയ്യുമെന്ന് ജർമ്മൻ ഭരണകൂടം ഉറപ്പുകൊടുത്തു. അങ്ങനെ അക്കാലത്ത് ഫിലിപ്പ് ലാം എന്ന താരത്തെ വിശ്വാസത്തോടെ ജർമ്മനിയുടെ വലം കൈയായി കൊണ്ടുവന്നു. ബയൺ മ്യൂണിക്കിൽ കാഴ്ചവെച്ച അതേ പോരാട്ടം ഫിലിപ്പ് ലാം ജർമ്മനിക്ക് വേണ്ടി കാഴ്ചവെക്കുവാൻ തുടങ്ങി. റൈറ്റ് ബാക്കിന്റെ ശക്തി കളിക്കളത്തിൽ ആഞ്ഞടിച്ചു. ജർമ്മനിയുടെ പഴയ സൂപ്പർ താരം ജർഗൻ ക്ലിൻസ്മാൻ മുഖ്യ പരിശീലകനായി എത്തിയതോടെ ജർമ്മനിക്ക് കളിക്കളത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ആക്രമിക്കുക എന്ന രീതി ക്ലിൻസ്മാന്റെ ശൈലിയെ കൂടുതൽ ശക്തിപ്പെടുത്തി. 2006 വേൾഡ് കപ്പ് ജർമ്മനിയിൽ അരങ്ങേറിയപ്പോൾ ജർമ്മനി ഗ്രൂപ്പ് സ്റ്റേജിൽ സമ്പൂർണ്ണ വിജയം കൊയ്തു മുന്നേറി. മികച്ച യുവതാരമായി ലൂക്കോസ് പെഡോൾസ്കി തിളങ്ങി നിന്നു. മികച്ച ടോപ്പ് സ്കോററായി ക്ലോസെ മാറി. എന്നാൽ സൂപ്പർ പോരാട്ടത്തിൽ സ്വീഡനെയും അർജന്റീനയെയും തോൽപ്പിച്ച് കടന്നു വന്ന ജർമ്മനി സത്യത്തിൽ ഒരു പടക്കുതിരയായിരുന്നു. പക്ഷേ 2006 വേൾഡ് കപ്പിന്റെ 3ാം സ്ഥാനത്തിൽ മാത്രം ജർമ്മനി അന്ന് ഒതുങ്ങിപ്പോവുകയായിരുന്നു. ഏറ്റവും മികച്ച ടീമായി കത്തിക്കയറിയ ജർമ്മനിയുടെ കരുത്ത് വേറിട്ട് നിന്ന വേൾഡ് കപ്പായിരുന്നു 2006-ലേത്. ജർമ്മൻ പട കാഴ്ചവെച്ച കളിയംഗത്തിന് പുത്തൻ മാതൃക നൽകിയ ക്ലിൻസ്മാൻ പരിശീലക വേഷത്തിൽ ഏവരുടെയും കയ്യടി വാങ്ങി. 2006 വേൾഡ് കപ്പിലെ ജർമ്മനിയുടെ 3ാം സ്ഥാനം സത്യത്തിൽ 1ാം സ്ഥാനത്തേക്ക് കുതിക്കപ്പെടേണ്ടതായിരുന്നു. അതുപോലെയായിരുന്നു 2006-ലെ സ്ക്വാഡ് പോരാട്ടമുഖങ്ങളിൽ എതിരാളികളെ നേരിട്ടത്. ജർഗൻ ക്ലിൻസ്മാന്റെ പരിശീലക കരുത്ത് നേരിട്ടറിഞ്ഞ ദേശീയ ജർമ്മൻ ഫുട്ബോൾ ഫെഡറേഷൻ വീണ്ടും ജർമ്മനി എന്ന ടീമിന്റെ പരിശീലക ചുമതല വഹിക്കണമെന്ന് ക്ലിൻസ്മാനോട് പലവട്ടം അഭ്യർത്ഥന അറിയിച്ചു. പക്ഷേ ക്ലിൻസ്മാൻ അതെല്ലാം സ്നേഹത്തോടെ തന്നെ നിരസിക്കുകയായിരുന്നു. അങ്ങനെ ആ അവസരത്തിലാണ് ക്ലിൻസ്മാന്റെ പരിശീലക സ്ക്വാഡിൽ ഉണ്ടായിരുന്ന ജോക്കിൻ ലോ ജർമ്മനിയുടെ ആശാനായി അരങ്ങിലെത്തുന്നത്. അങ്ങനെ ജർമ്മനിയുടെ യാത്ര യൂറോ കപ്പ് 2008 ഗ്രൂപ്പ് ബിയിലേക്കായിരുന്നു. ക്രൊയേഷ്യ, പോളണ്ട്, ഓസ്ട്രിയ അടങ്ങുന്ന ഗ്രൂപ്പ് ബിയിൽ തകർത്ത് മുന്നേറി ജർമ്മനി സാക്ഷാൽ ബ്രഹ്മാണ്ഡ് ജർമ്മനിയായി മാറി. ലൂക്കോസ് പെഡോൾസ്കി എന്ന യുവതാരത്തിന്റെ ബൂട്ട് എതിർ ഗോൾമുഖങ്ങളുടെ വലക്കണ്ണികൾ ചലിപ്പിച്ചുകൊണ്ടിരുന്നു. ഷെയ്ൻ സ്റ്റീഗറും ക്ലോസും ബെല്ലാക്കും ഫിലിപ്പ് ലാംബും വെടിമരുന്നിന് തിരികൊളുത്തിയ പോരാട്ടത്തിൽ പോർച്ചുഗലിനെയും തുർക്കിയെയും കെട്ടുകെട്ടിച്ച് ഫൈനലിലേക്ക് കുതിച്ചു. പക്ഷേ തുല്യശക്തികളുടെ പോരാട്ടത്തിൽ സ്പെയിൻ എന്ന് ഒരു ഗോളിന് ജർമ്മനിയിൽ നിന്നും യൂറോ കപ്പ് റാഞ്ചിയെടുത്തു. 2008-ലെ യൂറോ കപ്പ് നഷ്ടപ്പെട്ടു പോയതിന്റെ ദുഃഖം മറന്നുകളയാൻ ജർമ്മൻ ജനതയ്ക്ക് 2009 സ്വീഡനിൽ അരങ്ങേറിയ അണ്ടർ 21 ടൂർണമെന്റിന്റെ വിജയം ജർമ്മനിക്ക് അതിയായ ആഹ്ലാദം നൽകി. അന്ന് ജർമ്മനിയുടെ യുവനിര അണ്ടർ 21 ടൂർണമെന്റിൽ കപ്പ് സ്വന്തമാക്കിയെടുത്തു പറന്നു. അധ്വാനിച്ച് കളിച്ചാണ് അവർ ജർമ്മനിയെ മുന്നോട്ട് നയിച്ചത്. ജർമ്മനിയുടെ ഹിസ്റ്ററിയിലെ ആദ്യത്തെ അണ്ടർ 21 കപ്പായിരുന്നു അത്. അന്നത്തെ ടീമിന്റെ കരുത്തൻ പടയിലേക്ക് അണിചേർന്നവർ മാനുവൽ ന്യൂയർ, മെസ്സിഡ് ഓസിൽ, ഹമ്മൽസ്, ഗെയ്ദിര, കാസ്ട്രോ, വാഗനർ എന്നിവരായിരുന്നു. ജർമ്മനിയുടെ സീനിയർ ടീമിലേക്ക് വളരെ പെട്ടെന്ന് ഇവർക്ക് വേണ്ടി വിളി വന്നു. ജർഗൻ ക്ലിൻസ്മാന്റെ അതേ പരിശീലന പാടവത്തെ പുതുക്കി പണിത ജോക്കിൻ ലോ ഇവരിൽ കൃത്യമായ നിരീക്ഷണം നടത്തി. ദക്ഷിണാഫ്രിക്കയുടെ മണ്ണിൽ 2010-ൽ ആരംഭം കുറിച്ച വേൾഡ് കപ്പിലേക്ക് ജർമ്മനി കടന്നു ചെന്നു. ജർമ്മനിയുടെ പടപ്പളയത്തിൽ സ്റ്റൈലിഷ് എന്ന പേരിനൊപ്പം ചേർത്തു പറയാവുന്ന പവർഫുൾ താരങ്ങളായ തോമസ് മുള്ളറും, മെസ്യൂട്ട് ഓസിലും, ടോണി ക്രൂസും, ഷൈൻ സ്റ്റീഗറും, മാരിയോ ഗോമസും ജർമ്മൻ പടയിലെ പോരാട്ട മുഖങ്ങളായി മാറി. ഗാനയും ആസ്ട്രേലിയയും സെർബിയയും അടങ്ങുന്ന ഗ്രൂപ്പിനെ ആഘോഷമാക്കി മാറ്റി ജർമ്മനി ഗ്രൂപ്പിൽ ഒന്നാമതായി മാറി. അങ്ങനെ നോക്കൌട്ട് സ്റ്റേജിൽ ശക്തരായ ഇംഗ്ലണ്ടിന് ജർമ്മനി 4 ഗോളുകളിൽ തളച്ചിട്ട് മുന്നേറി. ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയെ വീണ്ടും 4 ഗോളുകൾ കൊണ്ട് കീറിമുറിച്ച് സെമിയിലേക്ക് കടന്നു. ക്ലോസയുടെ ബൂട്ടുകൾ ഗോൾ മുഖങ്ങളെ കീഴ്പ്പെടുത്തുന്ന കാഴ്ച മനോഹരമായിരുന്നു. എന്നാൽ സെമി ഫൈനലിൽ സ്പെയിന്റെ ടിക്കറ്റാക്കിക്ക് മുന്നിൽ 1 ഗോളിന് ജർമ്മനി വീണു പോകുകയായിരുന്നു. 2010 വേൾഡ് കപ്പിലെ മുഴുവൻ ഗോളുകളും പരിശോധിച്ചാൽ ഗോൾ മിടുക്കിൽ ജർമ്മനിയെ കീഴ്പ്പെടുത്തുവാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അത്രയേറെ പീരങ്കിപ്പടയുടെ ശക്തിയുള്ള പവറുള്ള പോരാളികളായിരുന്നു ജർമ്മനിയിൽ ഉടലെടുത്തിരുന്നത്. മെസ്യൂട്ട് ഓസിലിനെയും ടോണി ക്രൂസിനെയും മിഡ്ഫീൽഡ് ഏൽപ്പിച്ചാൽ അത് പണി തീർന്ന മെഷീൻ പോലെ പ്രവർത്തിച്ചിരുന്നു. എന്നിട്ടും ഫൈനലിൽ തോറ്റുപോകുമെന്ന ദുരിതത്തെ ജർമ്മനിക്ക് ഒഴിവാക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ യുറുഗയെ 3-2 പരാജയപ്പെടുത്തി 2010 വേൾഡ് കപ്പിലെ 3ാം സ്ഥാനം ജർമ്മനി സ്വന്തമാക്കി. ഗോൾഡൻ ബൂട്ടും മികച്ച യുവതാരത്തിനുള്ള അവാർഡും അന്ന് തോമസ് മുള്ളർ സ്വന്തമാക്കി. അങ്ങനെ 2012 വർഷം യൂറോ കപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്യുവാൻ ജർമ്മനി പുറപ്പെട്ടപ്പോൾ കുറ്റമറ്റ ടീമിനെ കുറിച്ചൊരു വേവലാതിയും ഉണ്ടായിരുന്നില്ല. പോർച്ചുഗൽ, നെതർലൻഡ്സ്, ഡെൻമാർക്ക് എന്നീ 3 വമ്പന്മാർക്കൊപ്പം ജർമ്മനി ഇടം പിടിച്ച ഗ്രൂപ്പിൽ അവിടെയും ജർമ്മനിയായിരുന്നു കൊമ്പനായി തിളങ്ങിയത്. ഗോളടിയിൽ ജർമ്മനി എല്ലാവരെക്കാളും വേഗതയും ആക്രമണവുമായി മുന്നേറി. ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഗ്രീസിനെ 4 ഗോളുകൾ കൊണ്ട് ജർമ്മനി തച്ചുടച്ചെങ്കിലും ഇറ്റലിക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. ജർമ്മനിയെ പലപ്പോഴും ടീം എന്ന നിലയ്ക്ക് മികച്ചതാക്കി മാറ്റുന്നുവെങ്കിലും പ്രതീക്ഷിക്കാതെയുള്ള പരാജയങ്ങൾ അവരെ വിട്ടുമാറാതെ അവരെ പിടികൂടിക്കൊണ്ടിരുന്നു. പ്രതീക്ഷിക്കാതെ കടന്നുവരുന്ന പരാജയങ്ങൾ ജർമ്മനിക്ക് തലവേദനകൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു.
അങ്ങനെ 2014 വേൾഡ് കപ്പ് കടന്നു വരുന്നത് ജോക്കിം ലോ എന്ന ചാണക്യന്റെ തന്ത്രങ്ങൾ മൂർച്ച കൂട്ടിക്കൊണ്ടായിരുന്നു. തീവ്രമായ പരിശീലനവുമായി ഇക്കുറി ചാമ്പ്യൻ എന്ന സ്വപ്നവുമായി 2014 വേൾഡ് കപ്പിന് വേണ്ടി വണ്ടി കയറിയ ജർമ്മനിയുടെ പോരാളികൾ ബ്രസീലിന്റെ മണ്ണിൽ അവർ ജി ഗ്രൂപ്പിൽ പോരാട്ടം കടുപ്പിച്ചു. അമേരിക്കയെ 2ാം സ്ഥാനക്കാരാക്കി ഗാനയെയും പോർച്ചുഗലിനെയും പിന്തള്ളി ജർമ്മനി ഗ്രൂപ്പിൽ 1ാമതായി മാറി. ഷുർലയും ഹമ്മൽസും മുള്ളറും ക്ലോസയും തീപാറുന്ന കളി കാഴ്ചവെച്ച് മുന്നേറ്റത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. ഓസിലിന്റെ കാലുകൾ മധ്യനിരയിൽ 100% അധ്വാനിച്ചു കളിച്ചു. അൾജീരിയ എന്ന ശക്തിയുടെ ഒരു അടവും അവർക്ക് മുന്നിൽ നടന്നില്ല. അങ്ങനെ ജർമ്മനി ക്വാർട്ടറിലേക്ക് കടന്നു. അവിടെ വെച്ച് ഫ്രാൻസിനെ ഹമ്മൽസിന്റെ വെരി ഗുഡ് ഗോളിൽ തീർത്ത് കളഞ്ഞ് സെമിയിൽ കസാരയിട്ട് കാത്തിരുന്ന ബ്രസീലിന് മുട്ടം പണി കൊടുക്കുവാനായിട്ടാണ് ജർമ്മനിയുടെ പോക്കുണ്ടായത്. എല്ലാ പ്രതികാരവും ഒരുമിച്ച് സമ്മാനമാക്കി കൊടുക്കാനുള്ള ജർമ്മനിയുടെ പണിക്ക് തുടക്കമിട്ടത് മുള്ളറായിരുന്നു. 11ാം മിനിറ്റിൽ മുള്ളർ തുടങ്ങി വെച്ച ഗോൾ വേട്ട ക്ലോസയും ടോണി ക്രൂസും ഗദീരയും ഷുർലയും ഏറ്റെടുത്ത് 7 ഗോളുകൾ ബ്രസീലിന്റെ കീശയിലേക്ക് നിറച്ചുകൊടുത്ത് ആശ്വാസ ഗോൾ മാത്രം ഓസ്കറിന്റെ വകയായി ബ്രസീലിന്റെ പക്കലുണ്ടായിരുന്നു എന്ന് മാത്രം കാണാം. ലോകോത്തര ശക്തിയായ ബ്രസീലിന് സ്വന്തം മണ്ണിൽ വെച്ച് ഇത്തരത്തിലൊരു നാണക്കേട് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. സത്യത്തിൽ ജർമ്മൻ എന്ന അതിബലവത്തായ ടീമിന്റെ ഡിമാൻഡ് ഷാഫ്റ്റ് ജനഹൃദയങ്ങളെ ത്രസിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ലയണൽ മെസ്സിയുടെ അർജന്റീന എന്ന ശക്തന്മാരെ 113ാം മിനിറ്റിൽ മാരിയോ ഗോഡ്സെ തൊടുത്തുവിട്ട ഗോളിൽ കീറി മുറിച്ച് 2014 ചാമ്പ്യൻ പട്ടം ജർമ്മനി സ്വന്തമാക്കി. വേൾഡ് കപ്പ് അങ്ങനെ പതിറ്റാണ്ടുകൾക്ക് ശേഷം ജർമ്മനി സ്വന്തമാക്കുന്ന ഒരു അസുലഭ നിമിഷമായിരുന്നു അത്. ആകാശവും ഭൂമിയും ജർമ്മനിയുടെ വിജയം കണ്ട് കൈയടിച്ചു എന്ന് പറയാം. ലോകത്തിൽ തന്നെ ആദ്യത്തെ വേൾഡ് കപ്പിലെ നമ്പർ 1 സ്കോററായി ക്ലോസെ മാറി. 2002, 2006, 2010, 2014 വേൾഡ് കപ്പുകളിൽ നിന്നായി ക്ലോസെ 16 ഗോളുകൾ കണ്ടെത്തി. മികച്ച ഗോൾ വേട്ടക്കാരനായി ക്ലോസെ മാറുകയായിരുന്നു. മാനുവൽ ന്യൂയർ ഗോൾഡൻ ഗ്ലൗ സ്വന്തമാക്കി സ്വർണ്ണക്കപ്പ് ഉയർത്തി. ജർമ്മനിയുടെ പുണ്യകാലമായിരുന്നു 2014 പിന്നെ കടന്നു വന്ന 2016 യൂറോയിൽ ജർമ്മനിയുടെ മുന്നോട്ടുള്ള വിജയക്കുതിപ്പിന് പിന്നോട്ടുള്ള വലിയായിരുന്നു കാണേണ്ടി വന്നത്. യൂറോ 2016 ജർമ്മനിയുടെ ഗ്രൂപ്പിൽ പോളണ്ടും നോർത്ത് ഐലൻഡും ഉക്രൈനും ഇടം പിടിച്ചപ്പോൾ അവരെ അതിവേഗം തോൽപ്പിച്ച് ജർമ്മനി ഗ്രൂപ്പിൽ 1ാമതായി മാറി. പിന്നെ കാത്തിരുന്ന പോലെ ഇറ്റലിയെ പെനാൽറ്റിയിൽ കീഴ്പ്പെടുത്തി ഫ്രാൻസിനെ പരാജയപ്പെടുത്തുവാൻ സെമിയിലേക്ക് ഇറങ്ങി. അവിടെ ജർമ്മനിക്ക് പിഴച്ചു. ഗ്രീസ്മാന്റെ റോളിൽ ഫ്രാൻസ് ജയിച്ചു കയറി. അങ്ങനെ 2018 വേൾഡ് കപ്പിന് അരികിലേക്കെത്തി. ജർമ്മനിയുടെ പ്രതാപമുള്ള ടീമിന് അല്പസ്വല്പം മടി ബാധിക്കപ്പെട്ടുവെന്ന് തോന്നി തുടങ്ങിയത് ശരിയായി വന്നു. ഗ്രൂപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ മെക്സിക്കോയോട് ജർമ്മനി തോൽവി സമ്മതിച്ചു. എന്നാൽ ജർമ്മനി തിരിച്ചു വരുമെന്ന് കരുതിയവർക്ക് തെറ്റി. ദക്ഷിണ കൊറിയയുടെ കുട്ടികൾ ജർമ്മനിയെ പൂട്ടിക്കെട്ടിയ മത്സരത്തിൽ 2014 ചാമ്പ്യന്മാർ 2 ഗോളുകൾക്ക് കറങ്ങി വീണു. റഷ്യയിൽ നിന്നും ഗ്രൂപ്പ് പോരാട്ടത്തിൽ തന്നെ ജർമ്മനി പുറത്തേക്ക് യാത്രയാകുന്ന കാലമായിരുന്നു അത്. പരിശീലകന്റെ റോളിൽ ജോക്കില്ലോ പൂർണ്ണ പരാജയമായി മാറുകയാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഒരു കോൺഫെഡറേഷൻ കപ്പും ഒരു വേൾഡ് കപ്പും സ്വന്തമാക്കിയെടുത്ത കഴിവുള്ള പരിശീലകന്റെ ഇപ്പോഴത്തെ ഫോമിനെ കുറിച്ച് കൂടുതലൊന്നും ചികയാൻ നിൽക്കാതെ അടുത്തുവരുന്ന 2020 യൂറോ കപ്പിന് വേണ്ടിയുള്ള ടീമിനെ പുതുക്കി പണിയാൻ ഒരവസരം കൂടി കൊടുക്കാമെന്ന് ജർമ്മനിയുടെ ഫുട്ബോൾ ലോകം ആവശ്യം വെച്ചു. കൂടാതെ അക്കാലത്ത് മെസ്യൂട്ട് ഓസിലിനെ പോലെ പരിചയസമ്പത്തുള്ള താരത്തിന്റെ പാരമ്പര്യത്തെയും വിശ്വാസത്തെയും പ്രസ്താവനകളെയും ചൊല്ലി മുളച്ചുപൊട്ടി കത്തിപ്പുകഞ്ഞ പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടിരുന്ന കാലമായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ കുഴഞ്ഞുമറിഞ്ഞു പോകുന്നതിനിടയിലാണ് 2020 യൂറോ കപ്പിലേക്ക് ജർമ്മനി കടന്നു വരുന്നത്. 2020 യൂറോ കപ്പിൽ ഫ്രാൻസ്, പോർച്ചുഗൽ, ഹംഗറി എന്നീ ടീമുകളുമായി മാറ്റുരച്ച ജർമ്മനിയുടെ കരുത്തായി ഹാവേഴ്സ് മാറിയെങ്കിലും ഗ്രൂപ്പ് സ്റ്റേജിന് ശേഷം ജർമ്മനിക്ക് ഇംഗ്ലണ്ടുമായുള്ള കനത്ത പോരാട്ടത്തിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് 11 രാജ്യങ്ങൾ ആദ്യത്തെ എത്തം വഹിച്ച യൂറോയിൽ ജർമ്മനി എന്ന ഫുട്ബോൾ രാക്ഷസൻ നിരാശപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ തോൽവി ഭാരത്തിൽ മുങ്ങിപ്പോയ ജർമ്മനിയെ തിരിച്ചു കൊണ്ടുവരാൻ ആർക്കും സാധിച്ചില്ല. തുർക്കി എന്ന രാജ്യത്തോടും അവിടുത്തെ വിശ്വാസത്തോടും കൂടുതൽ മമത പുലർത്തി പോന്നിരുന്ന ഓസിലിന്റെ വ്യക്തിപരമായ രീതികൾ ഒരിക്കലും മാറ്റുവാൻ ഓസിൽ തയ്യാറായില്ല. താൻ ഉൾപ്പെടുന്ന വിഷയത്തെക്കുറിച്ച് ഓസിലിനെ ചോദ്യം ചെയ്ത് ജർമ്മൻ ഭരണകൂടത്തോട് മാപ്പ് പറയാനോ ജർമ്മനിയിൽ തുടരാനോ ഓസിൽ നിർബന്ധം കാണിച്ചില്ല. ഓസിലിന്റെ വ്യക്തിപരമായ തീരുമാനങ്ങളും അതിനു പിന്നിലൂടെ പൊട്ടിപ്പടർന്ന സംഭവങ്ങളുമായി ജർമ്മനി എന്ന ഫുട്ബോൾ ടീമിന് ഒത്തുപോകാനുള്ള അതൃപ്തി അറിയിക്കുകയും മികച്ച മിഡ്ഫീൽഡറായി കളം നിറഞ്ഞിരുന്ന മെസ്യൂട്ട് ഓസിലിന്റെ ചീട്ട് കീറുന്ന വിധിയിലേക്ക് ജർമ്മൻ ഭരണകൂടം നിയമം കടുപ്പിച്ചു. ഇടവേളകൾ അധികമൊന്നുമില്ലാതെ മെസ്യൂട്ട് ഓസിൽ എന്ന താരം അങ്ങനെ ജർമ്മനിക്ക് പുറത്താവുകയും ചെയ്തു. എന്നാൽ മെസ്യൂട്ട് ഓസിലിന്റെ വിടവ് നികത്തുവാൻ ഒരു താരത്തെയും ജർമ്മനിക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റിയിരുന്നില്ല. പിന്നീട് ജർമ്മനിക്ക് വേണ്ടി ഒരിക്കലും ഓസിൽ ബൂട്ടണിഞ്ഞിട്ടില്ല. അങ്ങനെ അതുപോലെ തന്നെ പരാജയത്തിൽ മുങ്ങിക്കുളിച്ച ജോക്കിൻ ലോ എന്ന പരിശീലകന്റെ റോൾ അതോടെ അവസാനിക്കുകയായിരുന്നു. 2014 വേൾഡ് കപ്പിന്റെ ആശാൻ അങ്ങനെ ജർമ്മനിയിൽ നിന്നും പുറത്താക്കപ്പെട്ടു. ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിരുന്ന ഹാൻസി ഫ്ലിക്കിനെ പരിശീലക സ്ഥാനത്തേക്ക് നറുക്കു വീണു. ഹാൻസി ഫ്ലിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ചിന്തിച്ചതുപോലും വെറുതെ കാറ്റിൽ പറന്നുപോയി എന്ന് വേണം പറയാൻ. 2022 വേൾഡ് കപ്പ് ജർമ്മനിയെ ഖത്തറിലേക്ക് വെൽക്കം ചെയ്യുമ്പോൾ ഏവരും പ്രതീക്ഷിച്ച പോലെ ഇടിവെട്ട് ഗ്രൂപ്പിലേക്കായിരുന്നു അവരുടെ പോക്ക്.
ജർമ്മനി അടങ്ങുന്ന മരണ ഗ്രൂപ്പിൽ വമ്പൻ ശക്തികളായി സ്പെയിൻ, ജപ്പാൻ, കോസ്റ്ററിക്കയുണ്ടായിരുന്നു. ഏഷ്യൻ ശക്തികൾ തന്നെ ആദ്യം ജർമ്മനിക്കിട്ട് പണി കൊടുക്കുകയായിരുന്നു. ജപ്പാന്റെ ഡോണും അസോനയുമെല്ലാം ജർമ്മൻ വലകുലുക്കി. ജർമ്മനിയെ അനങ്ങാൻ പറ്റാത്ത വിധം ജപ്പാൻ ഒന്ന് പൂട്ടുകയായിരുന്നു. ജയിക്കേണ്ട മത്സരത്തിലാണെങ്കിലോ ജർമ്മനി സ്പെയിനുമായി സമനില വഴങ്ങുകയും ചെയ്തു. അതോടെ ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കപ്പെട്ടു. ബയൺ മ്യൂണിക്കിന് വിജയങ്ങൾ സമ്മാനിച്ച ഹാൻസി ഫ്ലിക്കിന് ജർമ്മനിയെ മെരുക്കാൻ സാധിച്ചില്ല. 4 വട്ടം വേൾഡ് കപ്പിൽ മുത്തം വെച്ച ജർമ്മനി, 3 വട്ടം യൂറോ കപ്പിന് നെഞ്ചിലേറ്റിയ ജർമ്മനി തോൽവികളിലേക്ക് മുങ്ങിത്താഴുന്ന സ്ഥിതിയിലേക്ക് കടന്നുപോകുന്ന അവസ്ഥ വളരെ ഭീകരമായി ജർമ്മൻ ജനത അടുത്തറിഞ്ഞു. അതിവിദഗ്ധരായ താരങ്ങളാൽ സമ്പന്നമായി നിലനിന്നിരുന്ന ജർമ്മനിയുടെ പുതുനിരയുടെ ഫുട്ബോൾ വളർച്ച സ്വപ്നം കണ്ട് DFB ജർമ്മൻ ഡിവിഷൻ ക്ലബ്ബുകളിൽ നിന്നും മികച്ച പുതുതാരങ്ങളെ, യുവതയെ വളരെ പെട്ടെന്ന് ദേശീയ ടീമിലേക്ക് എത്തിക്കുവാൻ വ്യഗ്രത കൂട്ടി. അങ്ങനെ ജർമ്മനിയുടെ പരിശീലക വേഷത്തിലേക്ക് 36-കാരനായ ജൂലിയസ് നഗൽസ്മാനും കടന്നു വന്നു. ജർമ്മൻ നിരയിലെ താരങ്ങളെ നല്ല രീതിയിൽ തന്നെ നഗൽസ്മാൻ പരിശീലിപ്പിക്കാൻ തുടങ്ങി. സ്വന്തം മണ്ണിൽ യൂറോയിൽ അവർ അംഗത്തൊട്ടൊരുക്കി. വന്നവനെയും നിന്നവനെയും ഒക്കെ അടിച്ചു വീഴ്ത്തി ബ്രിറ്റ്സും, ഫുൾഗ്രൂക്കും, മുസിയാലയും, ഗുണ്ടോഗനും, ടോണി ക്രൂസും ഒരുപിടി യുവതാരങ്ങളും ഒന്നിച്ചു പോരാടുന്ന കാഴ്ച മനോഹരമായിരുന്നു. ഒത്തൊരുമയോടെയാണ് അവർ പന്ത് തട്ടിയത്. ഒരുപാട് കാലത്തിന് ശേഷം 2014 വേൾഡ് കപ്പ് കണ്ട അതേ ജർമ്മൻ ടീമിന്റെ അതേ പവർ ജർമ്മൻ ജനതയുടെ ആവേശം 1000 മടങ്ങ് കത്തിയാളുന്ന പോലെയായി തീർന്നു. എന്നാൽ മികച്ച രീതിയിൽ കളിച്ചിട്ടും ഇങ്ങനെ ഒരു തോൽവി ക്വാർട്ടർ ഫൈനലിൽ പിടികൂടുമെന്ന് ഒരു ജർമ്മൻ ആരാധകനും നനച്ചതല്ല. ഡെൻമാർക്കിനെ തോൽപ്പിച്ച് കയറി വന്ന ജർമ്മൻ പട സ്പെയിനെ നേരിട്ടപ്പോൾ പഴുതുകളില്ലാതെ കളിമനഞ്ഞതായിരുന്നു. എന്നാൽ ഒന്നിനൊന്ന് മെച്ചമായ പോരാട്ടത്തിൽ സ്പെയിൻ ആദ്യം കൊളുത്തിയ ഗോളിന് ശേഷം 89-ാം മിനിറ്റിൽ വിഡ്സിൽ ജർമ്മനിയെ മുന്നോട്ട് നയിച്ചു, ഒപ്പമെത്തിച്ചു. തീപാറുന്ന പോരാട്ടത്തിൽ ഒരു നൂല് വ്യത്യാസത്തിൽ പോലും ജർമ്മനി പിന്നോട്ട് പോയില്ല എന്ന് വേണം പറയാൻ. എന്നാൽ 119-ാം മിനിറ്റിൽ മൈക്കിൾ മെറോനെ തൊടുത്തുവിട്ട ഹെഡറിൽ സ്പെയിൻ വിജയം കൊയ്യുകയായിരുന്നു. ഒരുപക്ഷെ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് ആ മത്സരം നീണ്ടിരുന്നുവെങ്കിൽ മാനുവൽ ന്യൂയർ എന്ന ജർമ്മനിയുടെ സ്പൈഡർമാനെ കീഴ്പ്പെടുത്തുവാൻ സ്പെയിന് സാധിക്കാതെ വന്നേനെ. തീരുമാനങ്ങളും അവസാന വിധിയും ജർമ്മനിയുടെ വരവിനെ 2024 യൂറോയിൽ നിന്നും മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ജർമ്മൻ ഫുട്ബോളിന്റെ നട്ടെല്ലായ ജർമ്മനിയുടെ സൂപ്പർ താരങ്ങൾ വിരമിക്കൽ പ്രഖ്യാപനവുമായി നേരത്തെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നെങ്കിലും അവരുടെ തീരുമാനങ്ങൾ മാറിപ്പോകട്ടെ എന്നും അത്തരം തീരുമാനങ്ങൾ തിരുത്തപ്പെടണമെന്നും ജർമ്മനിയും ജർമ്മൻ ജനതയും അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. കത്തുന്ന ദുഃഖത്തിന്റെ തലോടലിൽ പോലും ഒന്നോർക്കുക, അസലൊരു ടീമിനെയാണ് ജർമ്മനി വാർത്തെടുത്തിരിക്കുന്നത്. വജ്രത്തിളക്കമുള്ള ജർമ്മനിയുടെ കാൽക്കരുത്ത്, ആ കാൽക്കരുത്തിന്റെ ചുവടുകൾ ഭൂമിയെ വലം ചെയ്യും പോലെ ഫുട്ബോളിനെ അത്ഭുതപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയൊരു പുതിയ അധ്യായത്തിലൂടെ കാലം കൈനീട്ടി തരുന്ന വേൾഡ് കപ്പിലേക്ക് ജർമ്മനിയുടെ സ്വന്തം DFB കുതിച്ചു പറക്കുമെന്ന് അതിയായി വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഏതൊരു ഫുട്ബോൾ പ്രേമിയെയും മടുക്കാതെ ഫുട്ബോൾ കാണാനും കളിപ്പിക്കാനും കഴിഞ്ഞിട്ടുള്ള ആവേശം നൽകുന്ന ടീമാണ് ജർമ്മനി. ആ ജർമ്മനിയുടെ കരുത്തും അഴുകും ഒരിക്കലും കൈവിട്ടു പോയിട്ടില്ല. അവർ തിരിച്ചു വരിക തന്നെ ചെയ്യും. ഇടനെഞ്ചിൽ പൂവിട്ടതാണ് ജർമ്മനിയോടുള്ള ഇഷ്ടം, അതൊരിക്കലും പോയി പോകില്ല. ലവ് യു ജർമ്മനി.